നമസ്തേ സർ. നമസ്കാരം. കേണൽ ഡിനിയാണ് നമ്മോടൊപ്പം ഉള്ളത്. സൈനിക സേവനത്തിന് ശേഷം സാമൂഹിക സേവനവും അതോടൊപ്പം ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനവുമാണ് കേണൽ ഡിനി സാർ ചെയ്യുന്നത്. സാറിൻ്റെ ജീവിതത്തെ പറ്റിയിട്ട് ആലോചിക്കുമ്പോഴത്തേക്കും ഞാനൊക്കെ ആർമിയിലെ ലൈഫിനെ സ്വപ്നം കണ്ട് ജീവിച്ചാണ്. അപ്പോൾ പക്ഷേ നമ്മൾ ജീവിതം കാത്തു വച്ചിരുന്ന മറ്റതായതുകൊണ്ട് അതിലേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ആർമി ലൈഫ്, വളരെ പ്രൗഡായിട്ടുള്ള ഒരു ലൈഫ്, ആ ജീവിതം വേണ്ടാന്ന് വെച്ചത് സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങ് സാമൂഹ്യ സേവനത്തിലേക്ക് വന്നു. സേവാഭാരതിയിൽ ദീർഘകാലം പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? നോക്കൂ പ്രിയൻ, ഇതിനകത്ത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചോളം എൻ്റെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ ആർമി ജീവിതം തന്നെയാണ്. ഞാനൊരു സൈനിക തന്നെയാണെന്ന്, സോൾജർ നെവർ ഡൈസ് എന്ന് പറയുന്ന പോലെ നമ്മളെപ്പോഴും ഒരു സൈനികൻ തന്നെയാണ്. പക്ഷേ സൈന്യത്തിൽ എനിക്ക് ചെയ്യേണ്ട കാര്യം, ഞാൻ എന്തിനാണോ സൈന്യത്തിൽ ജോയിൻ ചെയ്തത് ആ കാര്യങ്ങളൊക്കെ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. ഞാനൊരു ഇൻഫൻട്രി ഓഫീസറായിരുന്നു. അപ്പോൾ എൻ്റെ ബറ്റാലിയനിൽ 14 രാജ്പൂത്തിൽ ഞാൻ കമ്മീഷൻ കിട്ടി. ആ 14 രാജ്പൂത്തിൽ തന്നെ ഘാതക് പ്ലട്ടൂണിലും പിന്നെ കമ്പനി കമാൻഡറുമായി പിന്നെ ബറ്റാലിയൻ കമാൻഡറായി ആ ബറ്റാലിയന് തന്നെ കമാൻഡിങ് ഓഫീസർ ആവാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബറ്റാലിയൻ ചൈനീസ് ബോർഡറിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ധാരാളം പ്രശ്നങ്ങൾ തുടങ്ങുന്ന ഒരു സമയമാണ്. ഗൽവാൻ ഇഷ്യൂസ്, ആ ഗൽവാൻ ഏരിയയിലൊക്കെ തുടങ്ങുന്ന ഒരു സമയത്താണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ വളരെ നല്ല രീതിയിൽ എൻ്റെ ബറ്റാലിയനിലെ ജവാൻസിനും മറ്റ് ഓഫീസേഴ്സ് എല്ലാവരും കൂടെ നിന്നിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നോർത്തേൺ കമാൻഡിന് ഏറ്റവും ബെസ്റ്റ് ബറ്റാലിയൻ എന്നുള്ള രീതിയിലുള്ള ഒരു അവാർഡും കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്നെ സംബന്ധിച്ചുള്ള പേഴ്സണലി എനിക്ക് അടുത്ത പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സ്, ഹയർ കമാൻഡ് കോഴ്സ്, ഹയർ ഡിഫൻസ് മാനേജ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുന്ന പോലത്തെ, അതിനകത്ത് നോമിനേഷൻ കിട്ടി. അപ്പം അന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ആർമിയിൽ നിന്ന് വോളണ്ടിയർ റിട്ടയർമെൻറ്റ് എടുത്ത് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ എന്തിനാണോ ആർമി ജോയിൻ ചെയ്ത് ആ ആക്ഷൻസ് എല്ലാം ഞാൻ കണ്ടു. ലൈൻ ഓഫ് കൺട്രോളിലായാലും ശരി, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആയാലും ശരി, കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ ആയാലും ശരി, യുണൈറ്റഡ് നേഷൻസിൻ്റെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആയാലും ശരി, നോർത്ത് ഈസ്റ്റ് ആയാലും ശരി, ഹൈ ആൾട്ടിറ്റ്യൂഡ്, മരുഭൂമി, ഇതെല്ലാം നമ്മൾ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് കണ്ടു. നമ്മളെ ബറ്റാലിയൻ കമാൻഡ് ചെയ്തു. അപ്പോൾ ഇനി ആർമിയിൽ മുകളിലോട്ട് പോകുമ്പം ആക്ഷൻ കുറവും, നമ്മൾ കുറച്ചും കൂടെ ഒരു ടേബിൾ വർക്കിലേക്ക് പോകും. ഓഫ്കോഴ്സ് കമാൻഡേഴ്സൊക്കെ അവരുടെ റോളുണ്ട്, എന്നാലും നമ്മളൊരു ബറ്റാലിയനിൽ നിൽക്കുന്ന പോലെ ആയിരിക്കത്തില്ല മുകളിലോട്ട് പോകുമ്പോൾ. നമ്മൾ അത്രയും ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഓപ്പറേഷൻസ് കുറയും. രണ്ടാമതായിട്ട് എനിക്ക് തോന്നി നാട്ടിൽ വരണം. നാട്ടിൽ 2018 ഈ ശബരിമല ഇഷ്യൂസൊക്കെ വരുന്നത്. ആ സമയത്ത് നമുക്ക് നാട്ടിൽ തീർച്ചയായിട്ടും നമുക്കൊരു കോൺട്രിബ്യൂഷൻ ചെയ്യണം. കാരണം നാളെയും ഞാൻ, എൻ്റെ കുടുംബമൊക്കെ, നമ്മളൊക്കെ ഇവിടെ താമസിക്കുമ്പം നമ്മൾ വളരെ ഈ വിശ്വാസങ്ങളെയും മറ്റു കാര്യങ്ങളൊക്കെ ഉറച്ച് പിടിക്കുന്ന ആളുകളാണ്. അങ്ങനെ വരുമ്പം നമ്മൾ വലിയ വലിയ പദവിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടും നമ്മൾ തിരിച്ചു വരുമ്പം അതൊന്നും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയ്ക്ക് മാറുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് വരാനുള്ളൊരു തീരുമാനം 2019 എടുക്കുന്നത്. 2019 ജൂണിലാണ് ഞാൻ എൻ്റെ പേപ്പർ പുട്ടപ്പ് ചെയ്ത്. സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് ഞാൻ പുറത്ത് വോളണ്ടിയർ റിട്ടയർമെൻ്റ് ആയിട്ട് എടുത്തിട്ട് വരികയായിരുന്നു. അപ്പോൾ തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഞാൻ പ്രിയം പറഞ്ഞ പോലെ ഞാൻ ആദ്യം ഞാൻ സേവാഭാരതി തന്നെയായിരുന്നു തുടങ്ങിയത്. അതിൻ്റെ ഒരു കാരണം ഇമീഡിയറ്റ്ലി 19 കഴിഞ്ഞ് 2020 ആയപ്പോഴത്തേക്ക് കോവിഡ് വന്നു. ആ കോവിഡ് സമയത്ത് കൊല്ലത്ത് നമുക്ക് ധാരാളം കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, പക്ഷേ ഒരു പറ്റുന്ന രീതിയിലേക്കുള്ള സേവന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. കാരണം ആർമിയിലും സേവാ പരമോ ധർമ്മ തന്നെയായിരുന്നു, സേവാഭാരതിയിലും സേവാ പരമോ ധർമ്മം എന്നുള്ള രീതി തന്നെയാണ്. അങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്ന സമയത്താണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ സംസ്ഥാന അധ്യക്ഷനായി വരെയും അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് എന്നെ സംസ്ഥാന വക്താവ് എന്നുള്ള നിലയിലേക്ക് ഒരു ചാൻസ് തരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഞാൻ എൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, സേവനം ആയിട്ടുള്ള രീതി തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയം പലർക്കും പല ഇൻട്രസ്റ്റ് ഒക്കെ കാണുമായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ നോക്കുന്നത് ഇത് ഒരു പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പവർ ഓഫ് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് എന്നാണ് ഞാൻ നോക്കുന്നത്. അതായത് നമുക്ക് സ്വാധീനം എത്ര നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നാടിനെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മീഡിയം അത് രാഷ്ട്രീയം തന്നെയാണ്. അത് പ്രൊവൈഡഡ് നമ്മൾ ആ രീതിയിലുള്ളൊരു ഫോക്കസ് വെച്ചിട്ട് പോകുക. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള നമുക്ക് പെൻഷനുണ്ട്, വേറെ യാതൊരു രീതിയിലുള്ള അങ്ങനത്തെ നമ്മൾ ഇതിൽ നിന്നുള്ള ഒരു വരുമാനം കൊണ്ടല്ല ജീവിക്കാനുള്ളൊരു മാർഗ്ഗം. അപ്പം ഇതുകൊണ്ടൊക്കെ ആയിട്ടാണ് ഞാൻ ആർമിയിൽ നിന്ന് വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട്, അത് ചിലരൊക്കെ പ്രൊമോഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ എന്നെ ACRൽ ആരോ ഹാം ചെയ്തു, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ്. എനിക്ക് ആരുടെ ഒരു പരിഭവം, എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ ആളുകൾ ചോദിച്ചു എന്തിനാ പോകുന്നത് എന്നുള്ളത്. ഇൻഫാക്ട് ജനറൽ ബിപിൻ റാവത്ത്, നമ്മൾ മരിച്ചുപോയ CDS, അദ്ദേഹം ആർമി ചീഫായിരുന്ന സമയത്താണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം വിളിച്ച് ചോദിച്ചു ഈ ഓഫീസർ എന്തിനാണ് പോകുന്നതെന്ന്.
അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓർഗനൈസേഷനിൽ ഒരു വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. ഇനിയും പലരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നെക്സ്റ്റ് ജന്മത്തിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇനിയും വീണ്ടും ഇതേ ബറ്റാലിയനിൽ ഇതേ രീതിയിൽ തന്നെ പോകാനും ഇതേ യൂണിഫോം തന്നെ ഇടാൻ തന്നെയാണ് ആഗ്രഹം. അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചോളം ചെയ്യുന്നത്. പക്ഷേ അതിലുപരി നമുക്ക് ഇന്ന് നാടിൻ്റെ കുറേ ആവശ്യങ്ങളുണ്ട്. ആ നാടിൻ്റെ ആവശ്യം ഇപ്പം നമുക്ക് രാഷ്ട്രീയത്തിലൂടെ മാത്രമേ, പ്രത്യേകിച്ച് കേരളത്തിൽ, നമുക്ക് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനിപ്പം ഇങ്ങോട്ട് ഈ ഒരു മേഖലയിലേക്ക് മാറിയിരിക്കുന്നത്. ഒരു സൈനിക ജീവിതത്തിൽ നിന്ന് പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ സൈനിക ജീവിതം മറ്റൊരു തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ ടഫാണ്. പക്ഷേ അതുപോലെ അല്ല പൊതുപ്രവർത്തനത്തിൻ്റെ ശൈലിയിലേക്ക് വരുമ്പോൾ അവിടെ ഇല്ലാത്ത ഒരു ഫ്ലെക്സിബിലിറ്റി ഇവിടെ ഉണ്ടാവണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നിലപാടുകളെ വരെ സ്വാധീനിക്കാനും ചോദ്യം ചെയ്യാനും പോകുന്ന സാഹചര്യങ്ങൾ പൊതുജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കാം. സൈനിക ജീവിതത്തിനകത്ത് അങ്ങനെയല്ല. അവിടെ കൃത്യമായിട്ടുള്ള ഒരു പാത്തുണ്ട്, നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്, ഒരു സൈനികമായിട്ടുള്ളൊരു ജീവിതം. അപ്പോൾ ഇത് തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവാറുണ്ടോ എപ്പോഴെങ്കിലും? ക്ലാഷ് ഉണ്ടാവുമെന്ന് വെച്ചാൽ പ്രിയൻ, കുറേ വ്യത്യാസങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർമി എന്ന് പറയുമ്പം ഫസ്റ്റ് ആളുകളുടെ മനസ്സിൽ വരുന്ന റെസ്പെക്റ്റാണ്. അതെ, ആർമി എന്ന് പറയുമ്പോൾ നമ്മൾ ആർമിയിലാണെന്ന് പറയുമ്പോൾ ആദ്യം അവരുടെ മനസ്സിൽ വരുന്ന റെസ്പെക്റ്റാണ്. രാഷ്ട്രീയം എന്ന് പറയുമ്പം ആദ്യം ആളുകളുടെ മനസ്സിൽ വരുന്ന ഇദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും സ്വാർത്ഥതയാണ് വരുന്നത്. നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ, ആദ്യം ആർമി എന്ന് പറയുമ്പം റെസ്പെക്റ്റ് ആണെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വാർത്ഥതയാണ് വരുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലുള്ള എല്ലാവരും സ്വാർത്ഥമാണെന്ന് വെച്ചാൽ അല്ല. പക്ഷേ അങ്ങനെ ഒരു ഇമേജാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പലരും നമ്മളെപ്പോലുള്ള ആളുകൾ ഇതിലേക്ക് വരാൻ മടിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഇമേജാണ് ആളുകൾ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക്, ഇത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. അതുകൊണ്ട് എന്താ നടക്കുന്നത് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് നല്ല ഇൻറ്റൻഷനിലൂടെ വരുന്ന ആളുകൾക്ക് പോലും ഇവിടെ സ്പേസ് കിട്ടാറില്ല, അല്ലെങ്കിൽ ഇവിടെ സ്പേസ് അവർ തന്നെ കുറച്ച് നാൾ കഴിയുമ്പം മാറിപ്പോകാറുണ്ട്. അതാണ് ഫസ്റ്റ് ഇത്. ആർമി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആർമിയിൽ ടഫ് ലൈഫാണ്. പക്ഷേ അവിടെ നിങ്ങൾക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് ഉണ്ട്. ഇവിടെ ആ സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാമത് എനിക്ക് തോന്നുന്ന ഞാൻ കണ്ട ഡിഫറൻസ് എന്ന് വെച്ചാൽ, ആർമിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമിയിൽ നമ്മളത് ചെയ്തു പോവുക എന്നുള്ളത്, സൈനികനെ സംബന്ധിച്ചോളം നമ്മളത് ചെയ്തു പോവുക എന്നുള്ളത് മാത്രമല്ല, അത് വിളിച്ചു പറയുക എന്നുള്ളൊരു സ്വഭാവമില്ല. സേവാഭാരതിയിലും അതിൽ. പക്ഷേ രാഷ്ട്രീയത്തിൽ വന്ന് അത് അങ്ങനെ പറ്റത്തില്ല എന്നാണ് എൻ്റെ അടുത്ത് ആളുകൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ പറ്റും എന്നാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, നിങ്ങളായിട്ട് തന്നെ അത് അങ്ങനെ വലിയ രീതിയിലുള്ളൊരു പബ്ലിസിറ്റി വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകളെ പോലെ ആവരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക്. അതായത് റീൽസിലെ കൂടെയും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന രീതിയിലേക്കുള്ള രാഷ്ട്രീയം പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഒന്നും ചെയ്യാതെ ഇതിലേക്ക് മാത്രം, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ മാത്രം നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മൾ വന്നിട്ട്, അതാണ് പലരും വലിയ പെട്ടെന്ന് വലുതാവുകയും പെട്ടെന്ന് വരും. കാരണം അവർക്ക് റൂട്ട്സ് എന്ന് പറയുന്ന സാധനമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ അതാ വിശ്വസിക്കുന്നത്, നമ്മൾ ആളുകളുടെ ഇടയ്ക്ക് നിന്ന് പ്രവർത്തിച്ചിട്ട് വേണം നമ്മൾ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലാതെ ഈ ഇല്ലാത്ത കഥകൾ പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലേക്ക് പോകരുതെന്നുള്ളൊരു വിശ്വാസമാണ്. ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു രീതിയിലാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഈ രണ്ട് മേഖലയാണ് ബേസിക്കലി. ഫസ്റ്റ് ഒരു കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്, റെസ്പെക്ട്. ഒരെണ്ണത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്വാർത്ഥത, കറപ്ഷൻ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇമേജാണ് വരുന്നത്. പക്ഷേ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം, ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന മേഖല രാഷ്ട്രീയം തന്നെയാണ്. നമ്മുടെ രാജ്യം ഒരു ഡെമോക്രസിയാണ്. അപ്പോൾ ആ ഡെമോക്രസിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് രാഷ്ട്രീയത്തിലാണ്. ഞാൻ എൻ്റെ ഉദാഹരണം കാണുന്നത് UP-ലാണ്. ഞാൻ പണ്ടും ഉണ്ടായിരുന്നു, കാൺപൂർ പോലത്തെ സ്ഥലത്തൊക്കെ ഞങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൈമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ മീററ്റിൽ 2018-19 നമ്മൾ 17-18-19 അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ആ മാറ്റം നമ്മൾ കണ്ടു. എങ്ങനെയാണ് യോഗി ആദിത്യനാഥ്ജി വന്നു കഴിഞ്ഞിട്ടുള്ള മാറ്റം എങ്ങനെയായിരുന്നു പിന്നീട് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലൂടെ ധാരാളം മാറ്റം കൊണ്ടുവരാമെന്ന് നമുക്കറിയാം. അതിൻ്റെ ഉദാഹരണം ഇപ്പം കുംഭമേള നടന്നു. അവിടെ കുംഭമേളയിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ് ഒരു വിശ്വാസത്തിലൂടെ പ്രവർത്തിച്ചാൽ എങ്ങനെ ചെയ്യാം എന്നതിൻ്റെ ഉദാഹരണമാണത്. അതൊരു സർക്കാരിനെ സാധിക്കൂ, ആ സർക്കാർ സിസ്റ്റത്തിനെ സാധിക്കൂ. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു രാഷ്ട്രീയത്തിലൂടെ വന്നാൽ നമുക്ക് ധാരാളം മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു അറ്റംപ്റ്റാണ് പ്രിയൻ. എൻ്റെ രീതിയിൽ നമ്മളൊരു സ്മോൾ ചേഞ്ചസ് കൊണ്ടുവരാനുള്ള ഒരു അറ്റംപ്റ്റാണ്, സിൻസിയറായിട്ടുള്ളൊരു അറ്റംപ്റ്റാണ്. ആ അറ്റംപ്റ്റിൽ എത്രമാത്രം സക്സസ്ഫുൾ ആവുന്നോ ഇല്ല എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഇതൊരു ജേർണിയാണ്. അതാണ് എനിക്ക് ഒന്നും കൂടെ പറയുന്നത്. രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പദവിയിലെത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലെത്താനുള്ള ഒരു ഓട്ടം അല്ലത്.
ഇതൊരു ജേർണിയാണ്, ലൈഫിലൊരു ജേർണിയാണ്. ആ ജേർണിക്ക്, ആ ഒരു യാത്രയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് പോവുക എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫിലോസഫി തന്നെയാണ് ഇനി മുന്നോട്ടും ഞാൻ പോകാൻ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും പലപ്പോഴും ആളുകൾ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. നമ്മൾ ചിലപ്പോൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ ആളുകൾ അതിനെ പെർസീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുന്നത്. അതും നടക്കാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മളൊരു പൊതു ഇതിൽ വരുമ്പം പല രീതിയിലുള്ള ഒപ്പീനിയൻ വരും. ചിലപ്പോൾ നമ്മൾ പറയുന്ന ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, അവർ വിചാരിക്കുന്ന വേറെ ആയിരിക്കും. അപ്പോൾ ആസ് മച്ച് ആസ് പോസിബിൾ നമ്മൾ ക്ലാരിറ്റിയും ട്രാൻസ്പെറൻസിയിലൂടെ പോവുക എന്നുള്ള മാത്രമാണ് ഉദ്ദേശം. ശുദ്ധി ക്ലീനാണ്. ബാക്കി ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ ആ ഒരു ക്രിറ്റിസിസം, ആ ഒരു വിമർശനം ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് ഈ ഇതിൻ്റെ ഒരു വ്യത്യാസം. എന്തായാലും അങ്ങ് ഇതിനകത്ത് ഒരു കാര്യം കൂടെ, ആർമിയിൽ അങ്ങ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു? ഡെഫിനറ്റ്ലി, അതിനകത്ത് സംശയമില്ല. ഇതുവരെ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ല. കാരണം ആർമിയിൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ആർമിയിലൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു ഡിഫറെൻറ്റ് ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ്. അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊരു യൂണിഫോം ഇട്ട് എനിക്ക് തോന്നുന്നു വേറെ ഒരു പ്രൊഫഷനോ ജോബോ സർവീസിനോ എന്താണെങ്കിലും പറഞ്ഞോളൂ, അത് ആർമി അല്ലാതെ അല്ലെങ്കിൽ യൂണിഫോം ഫോഴ്സ്, എയർഫോഴ്സ്, നേവി അല്ലാതെ വേറെ ഒരു ഇതിൽ കിട്ടില്ല. അത് നമുക്ക് ഇൻകമ്പാരബിൾ ആണ്, അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഞാൻ നോക്കുമ്പം ഇതുവരെ ഉള്ളതിനകത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചെറിയ കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. എനിക്കതാണ് സന്തോഷം തരുന്നത്. അല്ലാതെ നമുക്ക് വേറെ അങ്ങനെ ഒരു ഇതല്ല. പക്ഷേ ആളുകൾ വന്ന് നമ്മുടെ അടുത്തൊരു ഹെൽപ്പ് ചോദിക്കുകയോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്, സിൻസിയറായിട്ടുള്ളൊരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. അതിനകത്ത് എല്ലാ പ്രാവശ്യവും സക്സസ്ഫുൾ ആവണമെന്നില്ലെങ്കിലും 100% എഫേർട്ട് ഇടുന്നത് കണ്ട് അവരുടെ ചില പ്രശ്നങ്ങൾ സോൾവ് ആവുന്നത് കണ്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പവർ ഓഫ് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. നിങ്ങൾക്ക് എത്രമാത്രം ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ വരുന്നോ അത്രയും നിങ്ങളുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് കൂടുകയും അത് രാഷ്ട്രീയത്തിലൂടെ നടക്കത്തുള്ളൂ. അപ്പം നിങ്ങളെ ഇൻറ്റൻഷൻ ക്ലീൻ ആണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ കാണുന്ന ചെയ്യുന്നതിനകത്ത് ആളുകൾക്ക് നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കാണ് ഞാൻ സേവാഭാരതിയിലൂടെ സാറ്റിസ്ഫാക്ഷൻ കണ്ടത്. ഇവിടെയും ഞാൻ ആ രീതിയിലാണ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണുന്നത്. എന്തായാലും അങ്ങയുടെ ജീവിതം, അങ്ങയുടെ ഈ പ്രവർത്തനങ്ങളും എല്ലാവർക്കും പ്രചോദനമാകുന്ന ഒരു കാര്യമാണ്. അത് സൈനിക ജീവിതമായാലും ശരി തന്നെ, ഇപ്പോൾ പൊതുപ്രവർത്തനമായാലും ശരി തന്നെ. വളരെയധികം നന്ദി. താങ്ക് യു.